ഹലോ, കുറേ നാളായില്ലേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട്. അപ്പം ഇന്നൊരു മൂവിക്ക് എൻ്റെ കസിൻസിൻ്റെ കൂടെ പോവാണ്. ഈ ഒരു ടോപ്പും ജീൻസുമാണ് ഞാൻ ഇടുന്നത്. നമുക്ക് റെഡി ആവുന്നത് കാണാം. ഇപ്പോൾ ഞാൻ വലുതായിട്ട് അങ്ങനെ മേക്കപ്പ് ഒന്നും ഇടാറില്ല കേട്ടോ. ഒരു സൺസ്ക്രീൻ, നേരത്തെ അങ്ങനെ വലുതായിട്ട് മേക്കപ്പ് ഒന്നും ഇടാറില്ലായിരുന്നു. നേരത്തെ പക്ഷേ BB ക്രീമൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ ദേ സൺസ്ക്രീൻ ചടിപ്പി സൺസ്ക്രീമും പിന്നെ ഈ അവൻ്റെ ഫേസ് ക്രീമും മാത്രമേ ഇടുന്നുള്ളൂ. സൺസ്ക്രീൻ ഇടാതെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല വെയിലാണ്, കരിഞ്ഞു പോകും. സോ സൺസ്ക്രീൻ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ ഇന്ന് വെർട്ടിക്കലായിട്ടാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും ക്യാമറ ഇവിടെയാണ്, ഞാൻ ഇങ്ങോട്ടാണ് നോക്കുന്നത്. ഇതെടുത്ത് കഴിയുമ്പം ഏത് ദിശയിലേക്കായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഇതുവരെ ഹൊറിസോണ്ടലായിട്ട് എടുത്ത വീഡിയോസൊക്കെ ഫുൾ വീഡിയോ ആയിട്ട് ഇടുമ്പോഴത്തേക്കും ഫോണിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സിസ്റ്റത്തിൽ മോണിറ്റർ TV-യിലും നമ്മുടെ ലാപ്പിലുമൊക്കെ കാണുമ്പോൾ പകുതിയായിട്ട് കാണുന്നുള്ളൂ. എഡിറ്റ് ചെയ്യുമ്പം ഞാൻ ആ റേഷ്യോ കൊടുത്തിട്ടൊന്നും റെഡി ആകുന്നില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാനൊരു പ്രോ എഡിറ്ററൊന്നും അല്ല. ഇതേ ഡവിൻ്റെ ക്രീം ഇടാം. എത്രത്തോളം വെട്ടം കാണാൻ പറ്റുമെന്ന് അറിയില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഒരു ഫോൺ ക്യാമറ സ്റ്റാൻഡൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു. പക്ഷേ അതൊന്നും അത്ര സക്സസ് ആയില്ല. ഒരു 650 രൂപ കൊടുക്കുന്നൊരു റിംഗ് ലൈറ്റുള്ള സെറ്റപ്പൊക്കെ വാങ്ങിയായിരുന്നു. പക്ഷേ ഇങ്ങനെ വലിച്ചു വരെ തേക്കരുത് എന്നുള്ള സ്മൂത്തായിട്ടൊക്കെ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബട്ട് നമ്മൾ ഇട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയി പോകും. സോ കണ്ടോ കണ്ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ചെറിയ മേക്കപ്പ് ബോക്സ് ഞാൻ ഒച്ചയെ സംസാരിക്കാം, കാരണം ലാസ്റ്റത്തെ എൻ്റെ വീഡിയോയ്ക്കൊക്കെ വോയിസ് ഇല്ലായിരുന്നു എന്ന് കമൻറ്റ് പറഞ്ഞു. പിന്നെ ഇപ്പോഴേ പറയാം, എനിക്ക് ഐബ്രോ ഒന്നും വരയ്ക്കാൻ വലുതായിട്ട് അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വയ്ക്കുന്ന കണ്ണാടി നോക്കി വരച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഇതെനിക്ക് ഐബ്രോസ് ഇപ്രാവശ്യം എൻ്റെ ഒരു മാമാണ് എടുത്തു തന്നത്. ഞാനൊരു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. പക്ഷേ ഇത് ഓൾറെഡി എടുത്ത് കൊളാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിന് ബിഗിനിങ് ഒന്നും ഇല്ല എന്നാണ് മാം പറഞ്ഞത്. മാം ഇപ്രാവശ്യം നല്ല നീറ്റായിട്ട് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ മാത്രം ഒരു സ്റ്റാർട്ടിങ് ഇട്ട് കൊടുത്തു, ഇപ്പുറത്തും ഒരു സ്റ്റാർട്ടിങ്. ലൈറ്റായിട്ട് ഞാൻ ഇടുന്നുള്ളൂ. ഒരുപാട് ഡാർക്കായിട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഈ കണ്ടംപൂച്ച കലത്തിച്ചെടിയുടെ എഫക്റ്റാണ്. കാരണം ഐബ്രോസിന് നമ്മുടെ ഫേസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ഓക്കെ, അപ്പം ഐബ്രോ ഡൺ. ഇനി നമുക്ക് ഇങ്ങനെ നെയിൽ കൊണ്ട് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കണമെന്നാണ് മേക്കപ്പ് ചെയ്യുന്നവരുടെ വീഡിയോയിലൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ പാലറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഓൾറെഡി തേച്ച് തീർന്ന ഈ ഷെയ്ഡ് തന്നെ എടുക്കാം. നമുക്ക് നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വയസ്സായതുകൊണ്ട് കുമ്പിടാനൊന്നും വയ്യ, നടുവേദന എടുക്കുന്നു. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്, കണ്ണാടി കാണിച്ചു തരാം. കണ്ടോ, ഈ കണ്ണാടി നോക്കിയിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് റൂമാകെ കുളമായിട്ട് കിടക്കുവാണ്. അതുകൊണ്ടാണ് ഈ കാടി. ഇവിടെ ഞാൻ ഇതിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത്. ഈ ബോട്ടിലിൻ്റെ ഇതുണ്ടോ, ഇതാണ് എൻ്റെ ക്യാമറ സ്റ്റാൻഡ്. അപ്പം ഇതിൻ്റെ കണ്ണിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. രാവിലെയാണ് സിനിമ കാണാം എന്ന് അവർ പറഞ്ഞത്. ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം ഇന്നലെ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് മാറ്റി വെച്ചു. അപ്പം തിങ്കളാഴ്ച പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തല കാണുന്നില്ലല്ലേ, തിങ്കളാഴ്ച എനിക്ക് പോകാൻ പറ്റില്ല, ഓഫീസിൽ പോകണം. ഇന്ന് എനിക്ക് ഓൾറെഡി വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഞാനിന്ന് ഓഫീസിൽ ഓൾറെഡി ലീവാണ്. അപ്പം മൂവിയും കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഐ ഷാഡോ സംഭവം ഡണ്ണാണ്. ഇനി നമ്മൾ ഐലൈനർ, ഇതൊക്കെ ഞാൻ ഇങ്ങോട്ട് നോക്കി ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഒക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ നോക്കി ചെയ്യട്ടെ.
വാവ്, അയ്യോ കാണോ? ഉണ്ടോ? അയ്യോ കാണാൻ പറ്റില്ലല്ലോ എനിക്ക്. പക്ഷേ ഇതെങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത്? കാണാമെന്ന് വിശ്വസിക്കുന്നു. കംപ്ലീറ്റ് ആക്കിയില്ല. കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈശ്വര ഓടിയിരിക്കുന്നില്ലല്ലോ. ഓക്കെ, മതി, ബാക്കി എഴുതണ്ടേ? ആക്ച്വലി എനിക്ക് കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ടിരുന്ന വലിയ വിഷയമില്ല. ഞാനെപ്പോഴും ഒരു കണ്ണ് അടച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് കണ്ണ് തുറന്നു പിടിച്ചെഴുതാൻ വലിയ വിഷയമില്ല. ഒരു നല്ല ഐലൈനറൊക്കെ വാങ്ങിക്കണം. പോയി തുമ്മാൻ വന്നായിരുന്നു. ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തിക മാന്ദ്യം അനുവദിക്കുന്നില്ല. ഞാൻ എൻ്റെ പന്നത്തരം പറയുമല്ലോ കേട്ടോ. ദ ഫാക്ട്. ഇച്ചിരി കൂടിപ്പോയോന്ന് സംശയം. നോക്കാം. കുളമായി. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നന്നായിട്ട് കൊടിപ്പി. ഒരു പഴയ കുറച്ച് കൊടുക്കണോ വേണ്ടേ? മതി. ഇനിയിപ്പോൾ തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ കുളമായിപ്പോൾ ആരും ശ്രദ്ധിക്കില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ബൈ ഈ ടോപ്പ് എൻ്റെ സിസ്റ്ററിൻ്റെ ആണ് കേട്ടോ. ആൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നിട്ട് പോയതാ. അപ്പോൾ ഐബ്രോസ് ഡൺ ആയി സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് പൊട്ട്. ഞാൻ പണ്ട് ഏത് കോസ്റ്റ്യൂം ഇട്ടാലും പൊട്ട് കുത്തുമായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മെർജിൻ ഡ്രസ് ഇടുമ്പോൾ പൊട്ട് കുത്താതിരിക്കുക നോക്കാമെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇതാണ് എൻ്റെ സിസ് ബ്യൂട്ടിയുടെ ബോൾട്ട് മാറ്റ് ലിപ് ലൈനറാണ്. ഇതാണ് ഷെയ്ഡെന്ന് വെച്ചാൽ ചെറി ബ്രൗൺ 06. ഇത് വെച്ചിട്ട് നമുക്കൊരു ഔട്ട്ലൈനർ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മിണ്ടാത്തത് ആയുധം വെച്ചുള്ള പണിയായത് കാരണം മിണ്ടാൻ പാടില്ല എന്നാണ്. കണ്ടോ? ഈ ഫ്രണ്ട് ക്യാമറയിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? ഇത്ര സൂം ചെയ്ത് കാണിച്ചാൽ എനിക്ക് തന്നെ വീഡിയോ. ഇതെന്താ പ്രശ്നം എന്താ പറയുക, ഫോണിൻ്റെ ക്യാമറ ഈ സൈഡിലാണ് ഇരിക്കുന്നത്, പക്ഷെ എനിക്ക് ഇങ്ങോട്ടാണ് നോട്ടം വരുന്നത്. എടുത്ത് കഴിയുമ്പോൾ എന്ത് തേങ്ങയാകുമോ ദൈവത്തിനറിയാം. കണ്ടോ? അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കാം. കണ്ടോ? എങ്ങോട്ടാ നോക്കണേ? ഇനി ഫോൺ ഇങ്ങനെ പിടിച്ചാൽ പോരെ മന്ദബുദ്ധി? അല്ല, അപ്പോഴും എനിക്ക് നോട്ടം ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അതെന്താ? ഇതേതാണ് കണ്ണ്. ഇതിന് പോരി നിങ്ങളുടെ ഫുള്ളാക്കി കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇതെൻ്റെ കസിൻ ടീച്ചോയും ഞാനും കൂടെ എപ്പോഴാ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വരച്ച കേട്ടോ. അത് ബ്ലാക്ക് പെയിൻ്റ് ഒന്നുമല്ല, നമ്മുടെ അടുപ്പിലെ കരിയില്ല അത്. മറ്റത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിരിക്കുന്നത് എൻ്റെ റെഡ് നെയിൽ പോളിഷാണ്. അവൻ വരച്ചു, ഞാൻ അവന് പെയിൻ്റ് അടിക്കാൻ സഹായിച്ചു. അയ്യോ അതിപ്പോൾ നല്ല കറുപ്പ് കളറായെന്ന് വെച്ചാൽ ഞാൻ വീടിൻ്റെ ഇടയ്ക്കൊന്ന് ഫുള്ള് വൈറ്റ് വാഷ് ചെയ്ത് ബ്ലാക്ക് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ആ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചപ്പം അത് നല്ല ഡാർക്ക് കളറായി. സോറി, ഞാനത് മറന്നുപോയി. അത് ആക്ച്വലി 2021 എങ്ങാണ്ട് ഇരിക്കി സെറ്റ് ചെയ്ത സംഭവമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടു.
അയ്യോ, അതിന് മുന്നായിട്ട് നമുക്ക് ഈ ലിപ് ബാം ഇടണമായിരുന്നു, മറന്നു പോയി, അല്ലെങ്കിൽ ലിപ്പ് ഡ്രൈ ആവും. സാറി ലിപ്പിടാം. ഇത് ആദ്യം ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അത് സെറ്റായിട്ടിരിക്കും. ഇപ്പം ഇട്ടുടനെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റൊട്ടി കൂടെ പിണര് ചെറുതായിട്ടാണ് അവിടെ എന്തൊരു തിരക്ക്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. പിന്നെ എനിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല ഏത് കളർ ചൂസ് ചെയ്യണമെന്ന്. അകപ്പെട്ട ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് 2 ഡ്രൈ ആണ്. അത് ഞാൻ ഈ സംഭവമാണ് കേട്ടോ. ഇതാണ് ന്യൂഡ് എന്തോ ഹെക്സിബ ബ്യൂട്ടിയാ അങ്ങനെ. ഇത് ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു. ഇതിൽ എനിക്കത്ര വിശ്വാസമില്ല, ഭയങ്കര ഡ്രൈ ആയതാണ് എടുത്തത്. നമ്മളെപ്പോഴും കളർ സെൻസിൻ്റെ ML60 ആ ഷെയ്ഡാണ്. ഒരെണ്ണം കൂടെ മേടിക്കണമെന്നുണ്ട്. ഈ കോഫി ബ്രൗൺ എന്നിട്ടിങ്ങനെ കറുത്തി അടിയനൊക്കെ തൂത്തളയാം. ഇല്ലെങ്കിൽ ഇവിടുന്ന് ചേർത്തല വരെ എല്ലാവരും അറിയുന്നേ ലിപ്സ്റ്റിക്ക് തേച്ചിട്ട് പുറത്ത് കിടക്കണം. പല്ലേല തുടച്ചള, ചുണ്ടല തുടച്ചളയാനൊക്കെ എന്നാത്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയുന്നത്? അവർക്ക് നമ്മൾ എന്തിനാണ് ഭാരിച്ച പണികളൊക്കെ? കണ്ടോ? എന്ത് കൂറ ലുക്കാണെങ്കിലും ഒരു ലിപ്സ്റ്റിക് ക്യാൻ ചേഞ്ച് ദറ്റ് എൻറ്റയർ ലുക്ക്. ഈ കണ്ട് ഞാനൊന്നും ഒരു സമയമില്ല. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ കമ്മലും മാലയൊക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ട് അഴകാണ് കറക്കുന്നത്. കണ്ടോ? ഈ ഫോൺ മിക്കവാറും തോട്ടിൽ വീരും. അവിടെ പഴയ ഹെയറൊക്കെ വെട്ടി ഇപ്പം ഇത്രയേ ഉള്ളൂ. അമ്മേനെ പറഞ്ഞ് കളിയാക്കുന്നത് അവർക്ക് സ്കൂളിലുണ്ടായിരുന്നപ്പോൾ പഠിക്കാൻ എന്തോ ഒരു ഇന്ദിരാഗാന്ധീൻ്റെ ചാപ്റ്റർ ഉണ്ടായിരുന്നു, സരോജിനിന്നോ എന്തോ പറഞ്ഞിട്ട്, അതുപോലെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ എൻ്റെ ഒറിജിനൽ നാച്ചുറൽ ഹെയർ. ഭയങ്കര ഇതിനേക്കാളും കേൾസ് ഉണ്ട്. ഇപ്പം ഞാൻ രാവിലെ എന്നിട്ട് ചീവി കുറച്ച് നിവർത്തി വെച്ചത് കൊണ്ടാണ്. ദിസ് ഇസ് മൈ റിയൽ ഹെയർ. ഞാനിനി എങ്ങനെ സ്റ്റൈൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ വലിയ പിടിയില്ല. ബിക്കോസ് കുറേ നാളായിട്ട് ഞാൻ ഷോർട്ട് ഹെയർ. എൻ്റെ 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ സെൻറ്റ് മേരീസിൽ പഠിച്ചപ്പോഴത്തേക്കും മടക്കി കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ വെട്ടിയതാണ്. ഈ ഹെയർ കട്ടിന് പ്രത്യേകിച്ച് പേരിതില്ല, റാറ്റ് കട്ടിങ് എന്ന് പറയും. മലയാളത്തിൽ എലി കറണ്ടതുപോലെ എന്നും അവകാശപ്പെടാം. ബിക്കോസ് അമ്മയോട് ഞാൻ അവിടെ ഇവിടെ നീണ്ടുന്നതിനൊക്കെ വെട്ടാൻ പറഞ്ഞതാണ്. അങ്ങനെയാണ് എൻഡ് അപ്പ് ലൈക്ക് ദിസ്, ഇങ്ങനെയായി മാറിയത്. സോ അതിനുശേഷം എന്താ അമ്മേ ടൈം പോയി. ടിൻഡു വന്ന ടൈം പോയി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഹെയർ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ എങ്ങനെയൊക്കെ ഹെയർ സെറ്റ് ചെയ്ത് പോയെന്ന് പറഞ്ഞാലും ബസ്സിൽ കയറി 2 കാറ്റ് കൊള്ളുമ്പോൾ ചക്കിപ്രാന്തിയായി മാറും. ഓക്കേ, അയ്യോ ഇങ്ങനെ എടുത്ത് വെട്ടണം. ഇങ്ങനെ എടുത്ത് വെട്ടിയാലും വാവ് നല്ല ബോറായിട്ടുണ്ട്. നമ്പർ 1 വേണ്ട. ഇതാണ്ടിട്ട് എനിക്ക് തന്നെ ചൂടെടുക്കുന്നു. പണ്ടൊന്നും എനിക്ക് ചൂടെടുക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ ചുരുണ്ട മുടിയാതെ പഴിച്ചിടുമായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചി പറയുന്നു, എടി അതൊന്ന് കെട്ടി വയ്ക്കുക, എനിക്കിത് കണ്ടിട്ട് ചൂടെടുക്കും. അപ്പം ഞാൻ ഇല്ല, എനിക്ക് ശരിക്കും ചൂടെടുക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് കെട്ടി വയ്ക്കുന്നതെന്നൊക്കെ പറയുമായിരുന്നു. ബട്ട് അവളുടെ ശാപമാണോ അറിയില്ല, ഇപ്പം എനിക്ക് പെട്ടെന്ന് ചൂടെടുക്കാറുണ്ട്. സോ അപ്പോൾ 2ാമത്തെ സ്റ്റൈല് അത്ര പോരാ. ലെറ്റ്സ് ട്രൈ സംതിങ് എൽസ്. ഇങ്ങനെ എടുത്ത് എന്തെങ്കിലും ക്രാബോ സാധനമോ സെറ്റ് ചെയ്യാം. എന്നിട്ട് 1 സൈഡ് ഇങ്ങനെ അടിച്ചിടാം. ബെറ്ററാണെന്ന് വെച്ചാൽ കഷണ്ടി കയറി ഇത്രയായി നോക്കാം.
എടുക്കണം, അല്ലെങ്കിൽ ഇതെടുത്ത് വരച്ച് കുറച്ച് ഹാഫ് പോണി കിട്ടാം നമുക്ക്, അതായിരിക്കും നല്ലത്. കുറച്ച് ഭേദമുണ്ട്, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, സമയമില്ല, 11:45 ഷോ. EVM പാരഡൈസിലാണ്. അപ്പോൾ ഇവിടെ വരെ എത്തണമെങ്കിൽ ബസ്സൊക്കെ കിട്ടി ചെല്ലണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. സോ ഇതിൽ ഞാൻ ഫിക്സ് ചെയ്യാണ്. വലിയ ബോറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സുന്ദരിയായിട്ട് കുഴപ്പമില്ല. മുടി അയച്ചിട്ട് കഴിഞ്ഞാൽ മുടി പറന്നാകെ കോള. നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്ക് എങ്ങനെ ഇരിക്കണമെന്ന് അറിയില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ. ബൈ. ഞാൻ വേറെ സാധനം കാണിക്കാൻ പറ്റുന്നത് ഇനി പുതിയ പേഴ്സാണ്. 100 രൂപ, 100 bucks കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ടാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് പൈസ ഒന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ കാർഡൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ പാൻ കാർഡൊക്കെ ഉണ്ട്. നടുക്കൊരു റൂമുണ്ട്. സോ ഇതാണ് ഞാൻ കണ്ടുപോകുന്നത്. ഞാൻ നഖമൊക്കെ വെട്ടി മോതിരമൊക്കെ ഊരി കളഞ്ഞതുകൊണ്ട് എന്തിനാ ആർഭാടമൊക്കെ. സിമ്പിൾ. പൊട്ടിത്തടുണ്ടല്ലോ അല്ലേ? പൊട്ടിത്തടണ്ട. ബിക്കോസ് നമ്മൾ മോഡേൺ ആയിട്ടാണ് ഡ്രസ്സ് ചെയ്തത്. മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ പൊട്ടിത്തടാൻ പാടില്ല. ജീൻസൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ബാഗ്, ജീൻസ്. അപ്പം ഞാൻ അവിടെ ചെന്ന് അവരെ കണ്ട് പറ്റുമെങ്കിൽ ബാക്കി വിശേഷങ്ങൾ ഷൂട്ട് ചെയ്യാം. ബൈ ബൈ. നമുക്കാളാണ് ഷോ. ഓടിപ്പിടിച്ച് വന്നപ്പോഴത്തേക്കും കുണ്ടുണ്ണി കുഞ്ഞിനെ കിട്ടി കേട്ടോ. അതിൽ ചാടിക്കയറി ബാക്കിൽ തന്നെ ഇരുന്നു. പിന്നെ ഫ്രണ്ടിലേക്കൊന്നും പോകാൻ നിന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഇപ്പം തന്നെ അങ്ങ് ആകും. 11:35 സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടുന്ന് ഒരു പരവേശമായിരുന്നു. 40 രൂപ കൊടുത്ത് ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നീട് സാമ്പത്തിക മാന്ദ്യം മൂലം വേണ്ടെന്ന് വെച്ച്. പാരഡൈസ് വരെ വെറും 6 മിനിറ്റ് കൊണ്ട് ഞാൻ പറന്നെത്തി എന്ന് തന്നെ പറയാം. ഓൾറെഡി കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ടിക്കറ്റൊക്കെ എടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച സിനിമയും അവർ ബുക്ക് ചെയ്ത സിനിമയും വേറെയായിരുന്നു. അത് ഞാൻ റിയലൈസ് ചെയ്ത മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ, സംഭവം തുടങ്ങുന്നതിന് കുറച്ച് സെക്കൻഡ് മുമ്പ് ഞാൻ പറഞ്ഞു, അല്ല ഇത് കാണണമെങ്കിൽ 3D വേണ്ടേ, അതെവിടെയെന്ന് ചോദിച്ചപ്പോൾ നീ ഏത് സിനിമയാണ് ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതല്ലേ കാണാൻ ഉദ്ദേശിച്ചത്? അല്ല, പിന്നെ എന്തിനാണ് ഈ തിയേറ്റർ ചൂസ് ചെയ്തത്? ഇവിടെ നല്ല സൗണ്ട് എഫക്റ്റ് ആയതുകൊണ്ടാണ്. ഈ സെയിം സാധനം ചിത്രാഞ്ജലിയിലുണ്ടായിരുന്നു. ഞാൻ കാണാൻ ഉദ്ദേശിച്ച സിനിമ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് സിനിമയാണെന്ന് ഞാൻ അവരോട് എടുത്ത് ചോദിച്ചില്ല, അവരൊട്ട് പറഞ്ഞുമില്ല. അതാണ് സംഭവിച്ചത്. 2 പേരുടെ ഭാഗത്തും തെറ്റ് പറയാൻ പറ്റില്ല. മാനസികമായും എന്താ പറയുക, ആകാംക്ഷപരമായും ഞാൻ ആ സിനിമ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ തുടക്കത്തിൽ ചെറിയ ഷോക്കോടെ ആണെങ്കിലും പിന്നീട് നല്ല സിനിമയായിരുന്നുകൊണ്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആ പപ്പിക്കുട്ടി ഞാൻ ബസ് കയറാൻ വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന കേട്ടോ. ഇതാണ് എൻ്റെ കസിൻസ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് കാണാൻ പോയത് മൂവി. അങ്ങോട്ട് പോയ കോലത്തിലൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാണാൻ പോയ മൂവി ARM ആയിരുന്നു. ബിക്കോസ് ചിത്രാഞ്ജലിയിൽ ARM ഇല്ല. അപ്പോൾ പാരഡൈസിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പാരഡൈസിലേക്കാണ് പോയത്. പക്ഷേ പടം ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് കേട്ടോ. നല്ല ത്രില്ലറായിരുന്നു. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പം നെക്സ്റ്റ്